അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ജീസൻസ് ബ്യൂട്ടി വേൾഡിന്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു. ജീസൻസ് ഗോൾഡിന്റെ വകയും വാലന്റൈൻസ് ഡേ നേരുന്നു. അപ്പോൾ ഇന്നുണ്ടല്ല ഒരു വ്യത്യസ്തമായ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒരാൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സലൂണിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താന്നുള്ളത് ശ്രുതി പറയല്ലോ. ശ്രുതി, അപ്പൊ അവരെ ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഇവിടെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ഇവിടുത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സാധാ ഗിഫ്റ്റ് വെച്ചാൽ കയ്യിലെടുത്ത് കൊടുത്താൽ ഓക്കെ, അതെ ഹാപ്പി. ഇത് അങ്ങനെയല്ല, ഈ ഗിഫ്റ്റ് കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് അതെ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നിജു എന്നെ ഇന്നലെ വിളിച്ചു ചോദിച്ചോട്ടാ എൻ്റെ വൈഫിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സലൂണിൽ നിന്ന് അത് കൊടുക്കണേ പറഞ്ഞു. ഞാനൊന്ന് എന്താ ഗിഫ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലേ. അപ്പോൾ ആ ഗിഫ്റ്റാന്ന് ശ്രുതി പറയാം. എന്താ ശ്രുതി ആ ഗിഫ്റ്റ്? അപ്പൊ ആ ഗിഫ്റ്റ് ആണ് നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ്. അപ്പൊ ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെന്റ് സർപ്രൈസ് ആയിട്ട് മുടി ഇതുപോലെ ശ്രുതിന്റെ മുടി പോലെ നല്ല കോലം മുടിയാക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് വാലന്റൈൻസ് ഡേക്ക് നൽകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ആരും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. എല്ലാവരും എന്തെങ്കിലേ ഡയമണ്ട് റിങ് അല്ലെങ്കിൽ നെക്ലേസ് അല്ലെങ്കിൽ ഡ്രസ്സ് സ്വീറ്റ്സ് ഇതൊക്കെ കൊടുക്കുക. ആദ്യമായിട്ടാണ് മുടി സ്ട്രൈറ്റ് ആക്കിയത് നാനോപ്ലാസ്റ്റിയ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കുന്നത് നമ്മളെ സുഹൃത്ത് നിജു. അപ്പൊ അവളെ വൈഫ് ഇപ്പോഴാണ് അറിയുന്നത്, ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതാ സംഗതി ഇതാ ചെയ്തോണ്ടുണ്ട് കേട്ടോ ആള്. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തീരാൻ എത്ര ടൈം എടുത്തത്? എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഒരു മണിക്കൂർ തന്നെ ഇനി എന്തായാലും ഒരു മണിക്കൂർ എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെ നമ്മൾ രണ്ടാളെയും പരിചയപ്പെടുത്തി തരട്ടെ. എന്തായാലും ഈ വെറൈറ്റി ഗിഫ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യല്ലേ. പിന്നെ നിങ്ങളൊക്കെ വൈഫിനെല്ലാം മറ്റുള്ളവർ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതാണ്. പിന്നെ ശ്രുതിക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനക്കും തോന്നുന്നു വല്ല വെറൈറ്റി കൊടുത്തില്ല, ഇത് ശരിയാവില്ലല്ലോ. അപ്പൊ എന്താന്നുള്ളതാ പ്ലാൻ ചെയ്യുന്നത്. ശ്രുതി ഏതായാലും മുടി നാനോപ്ലാസ്റ്റിയ ചെയ്ത് അപ്പൊ ഇനി വേറെ എന്താന്നുള്ളത് നോക്കണ്ട. എന്തായാലും വ്യത്യസ്തമായൊരു ഗിഫ്റ്റിന് വേണ്ടി ഞാനിത് ഇങ്ങനെ പ്ലാൻ ചെയ്യില്ലാതെ കഴിഞ്ഞിട്ടില്ല. ഈ ദിവസം മൊത്തം പ്ലാനിങ്ങിന്. അപ്പൊ ഏതായാലും ശ്രുതി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്നുള്ളതല്ല ഞാൻ എന്തായാലും നമ്മളെ വീഡിയോ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ. ഏതായാലും നമ്മളെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്നിട്ട് ബാക്കി ഓക്കെ. അപ്പോഴേ നമ്മളെ വാലന്റൈൻസ് ഗിഫ്റ്റ് കൊടുത്ത ഭർത്താവും ഭാര്യയുടെ ഉണ്ട്. ഇപ്പോൾ ഭാര്യയുടെ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടോട്ടെ, മുടിയുടെ സ്റ്റൈലൊന്ന്. ശ്രുതി ഒന്ന് ആളെ വിളിച്ചേ. ശില്പ എന്നാ പേര് കേട്ടാ. ശില്പ വന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ജീസൻസ് ബ്യൂട്ടി വേൾഡിൽ ഇന്ന് വന്ന വാലന്റൈൻസ് കപ്പിളിൽ ഒരാൾ. അപ്പോൾ അതാ നമ്മളെ ഗിഫ്റ്റ് കൊടുത്ത ആളെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ വേൾഡിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും അല്ലേ റിജു? റിജുവിന് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇന്നലെ വിചാരിച്ചേ വൈജോട്ടിനെ വിളിച്ചില്ലേ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല സർപ്രൈസ് ആയ നീ എപ്പോ ഇത് കണ്ടിട്ട് എനിക്ക് ശരിക്കും സർപ്രൈസ് ആയ? ഞാൻ ഫുൾ ഹാപ്പി. ആളെ ലുക്കേക്ക് മാറിപ്പോയല്ലേ. ഇത് മുമ്പത്തെ ആ ലുക്ക് ഒന്ന് കാണണം കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം. അത് സ്ക്രീനിൽ നോക്കിയേ. മുമ്പ് ഏതാണ്ട് ഈ ഒരു കോലത്തിൽ ഉണ്ടായ മുടിയാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ സ്റ്റൈല് മൊത്തം മാറി. ആള് എങ്ങനെയായിരുന്നു പറയാ ഇങ്ങനെ മോഡേൺ ആയിരുന്നു. എങ്ങനെ പറയാ? മോഡേൺ ആയി, ഭയങ്കര മോഡേൺ ആയി. അപ്പോൾ റിജു പറഞ്ഞു വെച്ചിട്ട് ഓള് കുറച്ച് മോഡേൺ ആയതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കട്ടെ ചോദിച്ചിട്ട് അത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള പറഞ്ഞ് കൂളിംഗ് ഗ്ലാസ് അയക്കുന്നില്ല, ഞാനും വേണ്ട കുറച്ച് ലുക്ക് നിന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞേ ആദ്യമായിട്ട് ആയിരിക്കും ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളെ ഈ കപ്പിൾസിന് എല്ലാവരുടെ ഒരു ലൈക്ക് എന്തായാലും കൊടുക്കണം അല്ലേ. അപ്പൊ പിന്നെ ശ്രുതിക്ക് ഇതിനെ പറ്റി എന്തോ പറയാണ്ട് രണ്ടു വാക്ക് എന്ന് പറയുന്നത് ശ്രുതി. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ ഗിഫ്റ്റ് തിരഞ്ഞെടുക്കുന്നവരെ നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും എല്ലാരും. വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല എപ്പോഴും ഇതുപോലുള്ള വ്യത്യസ്തമായ ഗിഫ്റ്റ് കൊടുക്കുന്നവരെ ശ്രുതി എന്തായാലും പ്രോത്സാഹിപ്പിക്കും. പറഞ്ഞല്ല എല്ലാവരും ഇതുപോലെ ഹെയർ ചെയ്യണമെങ്കിൽ ജീസൻസ് ബ്യൂട്ടി വേൾഡിലേക്ക് വാന്നാണ് ശ്രുതി പറയുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലേ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഇതുപോലുള്ള ഗിഫ്റ്റുകളാണ് ഭാര്യ കൊടുക്കുക. കാരണം ഭാര്യയുടെ ലുക്ക് അങ്ങ് മാറിക്കോണല്ലേ. നമ്മൾ റിങ് കൊടുത്താലും ചെയിൻ കൊടുത്താലും ഡ്രസ്സ് കൊടുത്താലും ഈ ഒരു ലുക്ക് എന്തായാലും കിട്ടില്ലല്ലോ നിജു. അതിന് കാര്യം ഉണ്ടോ? ഇല്ല ലുക്ക് അടിപൊളിയായി. ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമ്മാനം ഇതുപോലത്തെ ഒരു സമ്മാനം ആയിക്കോട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എപ്പം കാണുന്ന ആളുടെ ഒരു വലിയൊരു മാറ്റമായി, നല്ല മോഡേൺ ലുക്കായി, ഒരു കോൺഫിഡൻസ് എന്താ കണ്ണട നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടാ മുമ്പത്തേക്കാൾ. അപ്പൊ ശ്രുതിക്ക് ലാസ്റ്റ് ഒരു വാക്കുകൂടി പറയാണ്ട്. ഇവിടെ വന്ന് ഈ ഒരു ഇത് ചെയ്തതിന് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു.
ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനിയും ഇങ്ങോട്ടേക്ക് തന്നെ വരിക. വീഡിയോ കാണുന്ന നിങ്ങളും ഇതുപോലുള്ള ഗിഫ്റ്റുകൾ വാരി വാരി കൊടുക്കുക ഭാര്യയ്ക്ക് അല്ലേ. അങ്ങനെ ശ്രുതി ഇവിടെ ബിസിയാവുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശ്രുതി. ശരി, ഏതായാലും നമ്മളെ വീഡിയോ കാണുന്നത് നന്ദി. എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ. ഹാപ്പി വാലന്റൈൻസ് ഡേ.